ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി പൂളയും മീനും ഉടച്ചതാട്ടോ. അതിൻ്റെ കറക്റ്റ് പേര് ഇരിക്കാറുണ്ടൂടാ, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു പേരിടാം. അതായത് സംഭവം അടിപൊളിയായിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൂള വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലാട്ടോ ഇടുന്നത്. കുറച്ച് പുളിയുള്ളൂ. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നമ്മൾ വിസിലിടുക. മീൻസ് കുക്കറിൽ വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുക. ഓക്കെ, അതൊരു 2-3 വിസിൽ വന്നാൽ തന്നെ പൂള സെറ്റായിക്കോളും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫിഷില്ലേ, നമ്മുടെ കുഞ്ഞമ്മത്തീനെ വൃത്തിയാക്കിയതിന് ശേഷം അതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, പിന്നെ നമ്മുടെ കുരുമുളക് ഇത്രയും എടുത്തിട്ട് മീൻസ് കുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ ചട്ടിയിലേക്ക് മാറ്റുക, ഇട്ട് വെക്കുക. ഇപ്പോൾ ഈ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ബെറ്റർ ആട്ടോ, മീൻസ് മത്തിയിലേക്ക് നല്ല ടേസ്റ്റ് കൂടും. നമ്മളടുത്ത് ഇല്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് നല്ല മുളക് പൊടി, ആവശ്യത്തിന് നിങ്ങളെ പാകത്തിന് എരിവ് ഇതാക്കിയിട്ട് ഇടുക. ഞാൻ കുറച്ച് ഫിഷ് മസാല ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ പാകത്തിന് നിങ്ങളെ അളവിന് കറക്റ്റ് ഇടുക, എരിവൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ കുറച്ച് പുളി ഒഴിച്ച വെള്ളം, അത് മീൻ കറിയിലേക്ക് നിർബന്ധമാണ്, ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നിങ്ങൾ ഉപ്പിടാൻ മറക്കരുത്, പാകത്തിന് ഉപ്പിടണം കറിയിൽ. പിന്നെ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണയും ആക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം നേരെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ആ കുത്തൽ മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, അതായത് ഈ മുളക് പൊടിൻ്റെയൊക്കെ. അതിനുശേഷം നമ്മുടെ ഈ കുഞ്ഞമ്മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വരാണ്ട്, ഒന്ന് കുറുകി വരാണ്ട്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ പച്ച കറിവേപ്പ് ഇടുക, മീൻസ് കറിവേപ്പ് ഇടുക, മീൻസ് നമ്മൾ വെളിച്ചെണ്ണ വയറ്റിയിട്ട് ഇടരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. എന്നിട്ട് ഒന്ന് തിളച്ചിടുമ്പോൾ ഈ മീനിനെടുത്ത് മാറ്റുക. അപ്പോഴേക്കും നമ്മളെ പൂള അവിടെ സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ മീനിൻ്റെ മുള്ളിനെങ്ങനെ വേറെ ആക്കിയിട്ട് മീനും വേറെ ആക്കിയിട്ട് ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് മീൻ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടത്ര ഇടുക. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി മാറ്റുക. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ഒരു ടേസ്റ്റും കിട്ടാണ്ട് ഈ പച്ച വെളിച്ചെണ്ണയിൽ അവസാനം ചേർക്കുമ്പോൾ. അപ്പോൾ ആരും അത് മറക്കാതെ ആക്കുക. അപ്പോൾ നമ്മുടെ പൂളയും മത്തിയും ഉടച്ചത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആ മുളകിട്ട മീൻകറിയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് രണ്ടും കൂടി കൂട്ടി പിടിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. ബൈ.